പാലക്കാട് നിപ്പ മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അതിർത്തികളിൽ പരിശോധന ശക്തമാക്കി തമിഴ്നാട്. വാളയാർ, ആനക്കട്ടി, മീനാക്ഷിപുരം, ഗോവിന്ദപുരം മേഖലകളിലാണ് പരിശോധന നടക്കുന്നത്. പനി അടക്കമുള്ള ലക്ഷണങ്ങളുള്ളവർക്ക് പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തി. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഏതൊക്കെ രീതിയിലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നിലവിൽ കേരള അതിർത്തികൾ കേന്ദ്രീകരിച്ച് തമിഴ്നാട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്? പ്രധാനമായിട്ടും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് കടക്കുന്ന വാഹനങ്ങളിലാണ് തമിഴ്നാട് ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തുന്നത്. ഓരോ വാഹനങ്ങളിലുമുള്ള ആളുകളുടെ ശരീര താപനില അവർ അളക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പനിയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ വാഹനങ്ങൾ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ അനുവദിക്കില്ല. ഇന്നവരെ മടങ്ങിപ്പോകണം എന്നും ആവശ്യപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ കോവിഡ് സമയത്തും അതുപോലെ തന്നെ പക്ഷിപ്പനി സമയത്തൊക്കെ തമിഴ്നാട് ഇത്തരത്തിൽ ചെയ്തിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് നിപ്പ സംസ്ഥാനത്ത് 2 പേരിൽ സ്ഥിരീകരിക്കുന്നു. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 2 പേരിൽ നിപ്പ സ്ഥിരീകരിക്കുകയും അതിലൊരാൾ നിപ്പ ബാധിച്ച് മരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിലാണ് തമിഴ്നാട് ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയുടെ വിവിധ തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ, അതിർത്തി ചെക്ക് പോസ്റ്റുകൾ, അതായത് മീനാക്ഷിപുരം, അതുപോലെ ആനക്കട്ടി, വാളയാറ്, ഗോവിന്ദാപുരം, മീനാക്ഷിപുരം തുടങ്ങിയ ഓരോ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും ഇത്തരത്തിൽ തമിഴ്നാടിൻ്റെ ആരോഗ്യ വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള യാത്രക്കാരെ പ്രത്യേകിച്ചും പരിശോധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആളുകളുടെ ശരീര താപനിലയും മറ്റും അളന്നു നോക്കിയതിന് ശേഷം ആർക്കും രോഗലക്ഷണങ്ങളോ അല്ലെങ്കിൽ മറ്റ് പനിയോ മറ്റ് രോഗലക്ഷണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്.